കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഒരു പാതയിലാണ് തുണിക്കടയെ മറയാക്കിക്കൊണ്ട് ഒരു ലോഡ്ജ് മാംസക്കച്ചവടം നടത്തുന്നത്. ഇതിലേറ്റവും കൂടുതൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് പാതയിലൂടെ പോകുന്ന +2-നും ഡിഗ്രിക്കും പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ്. വിദ്യാർത്ഥികളെ ഈ ലോഡ്ജിലേക്ക് വിളിച്ചു കയറ്റി ഓരോ റൂമും തുറന്ന് കാണിച്ച് അതിലുള്ള പെൺകുട്ടികളെ കാണിക്കുന്നു. അതിനുശേഷം നിങ്ങൾ നാളെ പൈസ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുന്നു. റൂം റേറ്റേ ഉള്ളൂ. അന്നേരം ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെ ഈ ഇപ്പം അവിടെ വരുന്ന ഒരാളോട് 2000 രൂപയാണല്ലോ നിങ്ങൾ ഒരു പെങ്കൊച്ചിന് മേടിക്കുന്നത്? നമുക്ക് 600 രൂപ കിട്ടും. ബാക്കി 1400 രൂപ ആരാ എടുക്കുന്നത്? പെണ്ണുങ്ങൾക്ക് കൊടുക്കും. പെണ്ണുങ്ങൾക്ക് നമുക്ക് റൂമിന്റെ റെന്റ് മാത്രമേ ഉള്ളൂ. ഈ പ്രായമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടതിനുണ്ട്. ഏറ്റവും പ്രായം കുറവും ഉത്തരമായിട്ട് വന്നിട്ടുണ്ടാവാം. അവിടെ ജീവിതം ഞാൻ വർക്കെടുത്ത് പോകുന്നത് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ റൂമിൽ ആരും കയറിയിട്ടുണ്ട്. അടക്കം വാ. ബാബാ വർക്കില്ല. ഇന്ന് വന്ന വെച്ചാൽ കുഴപ്പമില്ല. ഇന്ന് വന്ന വെച്ചാൽ അതിൻ്റെ കൊണ്ട് ഒരു മുഴുവൻ കയറിയില്ല. ആദ്യമായിട്ട് ഞാൻ ആൽബം ചെയ്യും, അല്ലെങ്കിൽ വേറെ മാർഗം ഇല്ല എന്ന രീതിയിലാണ് അവിടെ പോകുന്നത്. അപ്പം ഞാൻ റൂം കൊടുക്കും, അത്രേ ഉള്ളൂ. റൂം കൊടുക്കുക. അല്ല, ഇതിനകത്ത് വീഡിയോക്കകത്ത് ഇപ്പൊ നിങ്ങളുടെ അവർക്ക് റൂം കൊടുക്കുന്നത് മാത്രമല്ല, പിന്നെ ആരെങ്കിലും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് എല്ലാ കാര്യങ്ങളും അവർക്ക് പഠിച്ചു. പിന്നെ റൂം റെന്റ് നമുക്ക് റൂം റേറ്റേ ഉള്ളൂ. അന്നേരം ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെ ഈ ഇപ്പം അവിടെ വരുന്ന ഒരാളോട് 2000 രൂപയാണല്ലോ നിങ്ങൾ ഒരു പെങ്കൊച്ചിന് മേടിക്കുന്നത്? അവരുടെ പൈസ എനിക്ക് 600 രൂപ വാടകയുള്ളൂ. നമുക്ക് 600 രൂപ കിട്ടും. ബാക്കി 1400 രൂപ ആരാ എടുക്കുന്നത്? പെണ്ണുങ്ങൾക്ക് കൊടുക്കും. പെണ്ണുങ്ങൾക്ക് നമുക്ക് റൂമിന്റെ റെന്റ് മാത്രമേ ഉള്ളൂ. അപ്പം അവര് പിന്നെ അവര് എനിക്ക് അതിനകത്ത് റൂം റെന്റ് കിട്ടും, അത്രേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ വന്ന് നോക്കിയപ്പോ 3 സ്ത്രീകളാണ് അതിനകത്ത്. അവരെല്ലാവരും ഇതുപോലെ അവര് വന്നവരായിരിക്കും. ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, 2 മക്കളെ പിള്ളേരുള്ളതാണ്. അവര് പഠിച്ചോണ്ടിരിക്കുന്നവരാ.